മർക്കസ് തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായിട്ട് അഡ്നോക്കിലേക്ക് 1996 മുതൽ പോയ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് പ്രധാനികളായ ഇന്ന് തിരിച്ച് നാട്ടിലെത്തിയിട്ടും മർക്കസിനോട് ചേർന്ന് നിന്നുകൊണ്ട് മർക്കസിന് വേണ്ടി അധ്വാനിക്കുന്ന മർക്കസിൻ്റെ സമ്മേളനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ കൂടിയവർ പ്രധാനികളായ കുറേ ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കതിൽ പ്രധാനപ്പെട്ട നമ്മുടെ മാഷയോടൊന്ന് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് 1996 മർക്കസ് തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യത്തെ ബാച്ച് അബുദാബിയിലേക്ക് പോകുന്നത്. അതിനുശേഷം ഈ 30 വർഷക്കാലയളവിനിടയിൽ 7000-ഓളം ആളുകൾ ഈ ഒരു കമ്പനിയിലേക്ക് മർക്കസ് നൽകിയ വിസ നേടിക്കൊണ്ട് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഇപ്പോഴും ജോലി ചെയ്യുന്നവരും അതുപോലെ അവിടെ അഡ്നോക്കിൽ നിന്ന് മാറി മറ്റ് കമ്പനികളിലും അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. നാട്ടിൽ തിരിച്ചെത്തി നാട്ടിൽ പല സംരംഭങ്ങളും നടത്തുന്നവരും അതുപോലെ അവിടെയും ഇവിടെയുമുള്ള എല്ലാ മർക്കസിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന അഡ്നോക്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരും നേരത്തെ ജോലി ചെയ്തിരുന്നവരുമായ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ, അതാണ് മാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം അതിൻ്റെ 30ാമത്തെ വർഷമാണ്. മർക്കസിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് മാക്ക് സംഘടിപ്പിച്ച സംഗമത്തിലാണ് ഞങ്ങളിന്ന് പങ്കെടുത്തിട്ടുള്ളത്. ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാനും അവിടുത്തെ ദുആയിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചു. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. അൽഹംദുലില്ലാ, മർക്കസ് മാക്ക് കൂടാതെ 10,000-ങ്ങൾക്ക് ഇതുപോലെ പല കമ്പനികളും ഉസ്താദ് ജോലി കൊടുത്തിട്ടുണ്ട്. അതിൽ മാക്ക് അഡ്നോക്കിൽ മാത്രം ജോലി ചെയ്യുന്നവരിൽ നിന്ന് നാട്ടിലേക്ക് പിരിച്ചു വന്നവരുടെ ഒരു കൂട്ടായ്മ സ്വരൂപിച്ചുകൊണ്ട് വീണ്ടും മർക്കസിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയത്. വളരെ സന്തോഷം. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈർ.